എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് +1 ഹ്യൂമാനിറ്റീസിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ജസ്റ്റ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ ഒന്നും പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നിങ്ങൾ എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്ത് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആക്ച്വലി ഇനി എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത്, ഈ ഒരു ബിഗിനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഹ്യൂമാനിറ്റീസിനകത്ത് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും 6 വിഷയങ്ങളാണ് വരിക. അപ്പോൾ ഈ 6 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 6 വിഷയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്കകത്ത് +1 ഞാൻ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള, ഇപ്പോൾ ഹിസ്റ്ററി +1 എന്ന് പറയുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ഓരോ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മീൻസ് കൂടുതൽ ആഴത്തിലൊന്നും മനസ്സിലാക്കേണ്ട കാര്യമല്ല പറയുന്നത്, ജസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക എന്നുള്ളൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററിക്ക് എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടി വരുന്നത്, പൊളിറ്റിക്കൽ സയൻസ് വരികയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക, എക്കണോമിക്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക, ഇങ്ങനെ 6 വിഷയത്തിനകത്തും 6 വിഷയത്തെ പറ്റിയിട്ടും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഈ ഒരു ചാനലിൽ ഇനി നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ഓരോ വിഷയവും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് +1 എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് ഫോളോ ചെയ്താലും മതി. ഓക്കെ, എനിവേ അല്ലെങ്കിൽ ടീച്ചേഴ്സും പറയുന്നുണ്ടായിരിക്കും. സോ എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 6 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ 6 സബ്ജക്റ്റിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഇതിനുള്ള പഠിക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, നമുക്ക് ഒത്തിരി റിസോഴ്സസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ഓരോ വിഷയത്തിനും ഒരു ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ടും വേണം. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മസ്റ്റായിട്ടും വേണം. അത് നിങ്ങൾക്ക് സീനിയേഴ്സിൽ നിന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ അല്ലാണ്ട് ക്യാഷ് കൊടുത്ത് മേടിക്കുകയോ അല്ല പ്രസ്സിൽ പോയി മേടിക്കുകയോ എനിവേ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു വിഷയത്തിന് മസ്റ്റായിട്ടും വേണം. ഓക്കെ, 6 വിഷയത്തിനും 6 ടെക്സ്റ്റ് ബുക്ക്സ് ഉണ്ട്. കൃത്യമായിട്ട് 6 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മേടിച്ച് വയ്ക്കുക. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് മാർക്കും കിട്ടുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ മേടിച്ച് വയ്ക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഇപ്പോൾ NCERTs വരുന്നുണ്ട്. അപ്പോൾ NCERTs ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് NCERTs വെച്ചിട്ട് പഠിച്ചു പോവാം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ഭാവിയിൽ ഇനി UPSC ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും NCERTs വായിച്ചു പോകുന്നത് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും. എന്നാൽ അതേ സെയിം കണ്ടൻറ്റ് തന്നെ കുറച്ചൊന്ന് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പല പ്രൈവറ്റ് പബ്ലിക്കേഷൻസും ഗൈഡുകളായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ പുറത്തിറക്കുന്നുണ്ട്. ഓക്കെ, എക്സൽ പബ്ലിക്കേഷൻസ്, ഗയ പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഇതുണ്ട്. എനിക്കറിയാമെന്നുള്ളത് ഇത്രയാണ്. ആൻഡ് സോ അങ്ങനെയുള്ള ഗൈഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, കാരണം NCERTയുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ലാംഗ്വേജ് ആണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, തീരെ കട്ടിയായിട്ടുള്ള ലാംഗ്വേജ് അല്ല. മീൻസ് എല്ലാവർക്കും മേ ബി അത് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റുന്നവരാണ് അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ NCERTs തന്നെ നിങ്ങൾക്ക് മേടിച്ച് വെച്ച് പഠിക്കാം. അല്ല അത് പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ള ഗൈഡായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മേടിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എക്സാം എഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് ഈ സ്റ്റഡി മെറ്റീരിയൽ മേടിക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ച് വെക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും എഴുതാം, മലയാളം മീഡിയത്തിലും എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ ആലോചിച്ച് വെക്കുക. അതിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മേടിക്കുക. ഓക്കെ, ഇപ്പോൾ NCERTs ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അതുപോലെ മലയാളം മീഡിയം എനിക്ക് തോന്നുന്നു അതെ അവൈലബിൾ ആണ്, ഓൺലൈനിലൊക്കെ ഉണ്ട്, ഓഫ്ലൈനായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആൻഡ് മറ്റേ പ്രൈവറ്റ് പബ്ലിക്കേഷൻസിൻ്റെ ഗൈഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആണെങ്കിൽ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് പല നോർമൽ പ്രസ്സിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ. സോ എനിവേ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് വേണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അല്ലാതെ നമുക്ക് വേണ്ട റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ ഗൈഡ് വെച്ച് പഠിക്കുന്നവരുണ്ട് ഇതിനോടൊപ്പം, അല്ലെങ്കിൽ ലേബർ ഇന്ത്യ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി. ഓക്കെ, അതായത് ഇപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റിക്സും എക്കണോമിക്സ്, സോഷ്യോളജി അല്ലെങ്കിൽ ജോഗ്രഫി ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് NCERT അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഗൈഡ് ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അതും PYQs ഒക്കെ കൂടി പഠിച്ച് പോയാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാം. പക്ഷേ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് ഇംഗ്ലീഷും പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ അറബിക്കോ സാൻസ്ക്രിതോ ഉറുദു ഏതായിക്കോട്ടെ, ലാംഗ്വേജസിന് നമ്മളൊരു ഗൈഡോ ലേബറിൻ്റെയോ കൂടി എക്സ്ട്രാ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. കാരണം എനിക്കൊക്കെ അത് ഭയങ്കര ബെറ്ററായിരുന്നു ഞാൻ പഠിച്ച ആ ഒരു ടൈമിലൊക്കെ. കാരണം എന്താണ്, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടി വരുന്നത്. സബ്ജക്റ്റ് വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ പോയി എഴുതിയാൽ മതി. പക്ഷേ ലാംഗ്വേജസ് അങ്ങനെയല്ല വരുന്നത്. നമുക്ക് നന്നായിട്ട് എഴുതി പ്രാക്ടീസ് വേണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ പഠിക്കുന്ന ടൈമിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗൈഡോ ലേബറിൻ്റെയോ ഒക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വിഷയത്തിനും അങ്ങനെ മേടിക്കാം, ക്യാഷൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ. ആൻഡ് എന്താണ്, പക്ഷേ ലാംഗ്വേജ് നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും ഒരു ഗൈഡെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മതി, ഒക്കെ കൂടുതലൊന്നും വേണ്ട, മേടിച്ച് വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണുള്ളത്. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടും പല സ്റ്റഡി നോട്ട്സ്, പിന്നെ ക്വിക്ക് റിവിഷൻ നോട്ട്സ്, പിന്നെന്താ ഈ ഒരു പാസ് മാർക്കിനൊക്കെ വേണ്ടി പഠിക്കുന്നവർക്ക് അങ്ങനത്തെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ്, റിവിഷൻ നോട്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രൈമറിലി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇനി നിങ്ങൾ എങ്ങനെ പഠിച്ച് തുടങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളിലെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഭയങ്കര അടിപൊളിയായിട്ട് കുറച്ച് പോർഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ടാവുക. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ അതിനോടൊപ്പം പഠിച്ചു പോവുക, ഒരു മടിയും വിചാരിക്കരുത്. ഇപ്പോൾ എന്താണ്, ഹ്യൂമാനിറ്റീസ് ഇഷ്ടപ്പെട്ടെടുത്തവരും അല്ലാതെ എടുത്തവരും ഒക്കെ നിങ്ങൾ പഠിച്ച് തുടങ്ങണം. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക. അതിപ്പോൾ ഇന്ന് വളരെ കുറച്ച് പോർഷനാണ് പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിലും അത് ഇന്ന് തന്നെ വായിച്ച് ക്ലിയർ ആക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു രേഖയിലൂടെ നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി പോവുകയാണ്, ഒരു ഫോക്കസിൽ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് എന്താണ് പാസ്സാവാൻ പറ്റുന്ന വിഷയമാണ് ഹ്യൂമാനിറ്റീസ്. നല്ല മാർക്ക്, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്താണ് മടി പിടിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ അത് പിന്നെ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റില്ല, നമ്മൾ തോറ്റുപോകും, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്താണ് പഠിച്ച് തുടങ്ങാനായിട്ട് നോക്കുക. ഓരോ ചാപ്റ്റേഴ്സ് അനുസരിച്ച് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ച് പോവുക. ഓക്കെ, കൂടുതൽ ടൈമൊന്നും പഠിക്കേണ്ട, നിങ്ങൾ കുറച്ച് ടൈം പഠിച്ചാൽ മതി. ഓക്കെ, ഒരു 2-3 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് പോട്ടെ, ഇപ്പോൾ ബിഗിനിങ് അല്ലേ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കണം കൃത്യമായിട്ട്. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് ലാസ്റ്റ് C മാർക്കൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറയും, അസൈൻമെൻറ്റ്സ് തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീൻസ് അതിനൊക്കെ ഇപ്പോഴേ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഇപ്പോഴേ നോട്ടൊക്കെ എഴുതി തുടങ്ങാൻ പല ടീച്ചേഴ്സും പറയും. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് കൊണ്ട് വെറുതെ ഒരു സീനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഒരു ഡൗട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പോൾ എങ്ങനെ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ എന്താണ് ഗൂഗിളിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്യുക, ക്ലാസ് 11 ഹ്യൂമാനിറ്റീസ് എന്താണ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമുക്ക് NCERTs ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് ആ ഒരു ഗൈഡ് ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടത്തില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ NCERTs മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സെപ്പറേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും PDF ആയിട്ട്. സോ നിങ്ങൾക്ക് എന്താണ് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ പാർട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഇതുകൂടി വായിച്ച് പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്തും ഒക്കെ ആ രീതിക്ക് കൊണ്ടുപോയാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ NCERTs ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ വായിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ഉള്ള ഒരു കാര്യമേ ഉള്ളൂ.
സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു HSS ലൈവിൻ്റെ ഒക്കെ പോർട്ടലിനകത്താണ് ഈ ഒരു PDF ഒക്കെ കിടക്കുന്നത്. എല്ലാ വിഷയത്തിനും അതിനകത്ത് അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് PDF ഡൗൺലോഡ് ചെയ്തൊന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സെപ്പറേറ്റ്ലി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലാണ്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ അറിയിക്കുക. ഇനി നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ക്ലാസ്സസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് തരാനും മറന്നു പോരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.